Hello everyone, welcome back to Future Plus Academy. ഇനി 6 മാസം കൊണ്ട് SSLC+2 കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും UG, PG എന്നീ കോഴ്സുകൾ ചെയ്യാം. കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റന്റ് ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്കൊപ്പം. NIOS പരീക്ഷ എഴുതുന്ന 2026 ഏപ്രിൽ ബാച്ചിലെ കുട്ടികൾ ഇപ്പോൾ പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പുകളൊക്കെ ഏകദേശം തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? കാരണം ഒരു മാസം കൂടിയേ നമ്മുടെ മുന്നിലുള്ളൂ. പെട്ടെന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഈ ഒരു പഠനത്തിൻ്റെ ഭാഗമായിട്ട് പല കുട്ടികളും നമ്മളെ അടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, മിസ്സേ നമുക്ക് പരീക്ഷ മലയാളത്തിൽ എഴുതിക്കൂടെ, ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് മലയാളത്തിൽ ലഭിക്കുമോ എന്നീ കാര്യങ്ങൾ എല്ലാവർക്കും സംശയമാണ്. എന്നാൽ മലയാളത്തിൽ പരീക്ഷ എഴുതിക്കൂടെ എന്ന ചോദ്യത്തിൻ്റെ ആദ്യം ആ ഒരു ചോദ്യം കൺസിഡർ ചെയ്തിട്ട് അതിനുള്ള ഉത്തരവാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. വേറൊന്നുമല്ല, നമുക്ക് NIOS പരീക്ഷ നമ്മുടെ റീജിയണൽ ലാംഗ്വേജിൽ നമുക്ക് എഴുതാം. അതായത് നിങ്ങൾ മലയാളത്തിലാണ് എഴുതാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നമുക്ക് മലയാളം, അതായത് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് മലയാളം മീഡിയം നമ്മൾ തിരഞ്ഞെടുത്തിരിക്കണം. മീഡിയം ഓഫ് എക്സാം മലയാളം നമ്മൾ തിരഞ്ഞെടുത്തിരിക്കണം. ഓക്കെ, അതിപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് ചൂസ് ചെയ്യുന്ന പോലെ തന്നെ മലയാളത്തിലും നിങ്ങൾ ഏത് റീജിയണൽ ലാംഗ്വേജ് ആണോ, ഇപ്പോൾ NIOS ഇന്ത്യയിൽ ഓൾ ഇന്ത്യ ലെവലിൽ നടത്തുന്ന എക്സാം ആണല്ലോ. ഇപ്പോൾ നാഷണൽ ഓപ്പൺ സ്കൂളിംഗ് മെത്തേഡാണ്. ഓൾ ഇന്ത്യ ലെവലിൽ നടക്കുമ്പോൾ ഇപ്പോൾ തമിഴ്നാട്ടിലുള്ള കുട്ടികൾക്ക് തമിഴിൽ എഴുതാം. പക്ഷെ നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ മീഡിയം ഓഫ് ലാംഗ്വേജ് അല്ലെങ്കിൽ മീഡിയം ഏതാണ് എന്ന് നമ്മൾ ആദ്യം തിരഞ്ഞെടുത്തിരിക്കണം. ചില വിഷയങ്ങൾ ഇപ്പോൾ ഇംഗ്ലീഷും ഹിന്ദിയും നമുക്ക് NIOSൽ പഠിക്കാനുണ്ടായിരിക്കും. പക്ഷേ ആ വിഷയങ്ങൾ നമുക്ക് ഒരിക്കലും നമ്മളുടെ റീജിയണൽ ലാംഗ്വേജിൽ എഴുതാനുള്ള ഓപ്പർച്യൂണിറ്റി ഇല്ല. അത് ഇംഗ്ലീഷ് പരീക്ഷ ഇംഗ്ലീഷിൽ തന്നെയും ഹിന്ദി പരീക്ഷ ഹിന്ദിയിൽ തന്നെ എഴുതിയിരിക്കണം. അത് ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു വിഷയം നമ്മുടെ പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് പഠിക്കുന്നത് അല്ലേ? അപ്പോൾ ആ വിഷയങ്ങൾ നമ്മൾ മലയാളത്തിൽ എഴുതാൻ പാടില്ല. അത് എപ്പോഴും നമ്മൾ ആ ലാംഗ്വേജിൽ തന്നെയാണ് എഴുതിയിരിക്കേണ്ടത്. ഈ രണ്ട് വിഷയങ്ങൾക്ക് പുറമേയുള്ള സബ്ജക്റ്റുകൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? മലയാളത്തിൽ എഴുതാൻ പറ്റുന്നതാണ്. അപ്പോൾ NIOS പരീക്ഷ മലയാളത്തിൽ എഴുതാൻ നമുക്ക് പറ്റുമോ എന്ന ചോദ്യത്തിന് പറ്റുമെന്നാണ് ഉത്തരം. പക്ഷെ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? ഏതാണ് നിങ്ങളുടെ മീഡിയം എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്തിരിക്കേണ്ടത് നിർബന്ധമാണ് കേട്ടോ. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പം ക്വസ്റ്റ്യൻ പേപ്പർ NIOS പ്രൊവൈഡ് ചെയ്യുന്നത് 2 ലാംഗ്വേജിലാണ്. ഒന്ന് ഇംഗ്ലീഷിലും മറ്റൊന്ന് ഹിന്ദിയിലുമാണ്. ഓക്കെ, അത് നമ്മുടെ റീജിയണൽ ലാംഗ്വേജിൽ, അതായത് മലയാളത്തിലോ മറ്റു ഭാഷകളിലോ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ അല്ല. ഹിന്ദിയിലും ഇംഗ്ലീഷിലുമാണ് ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലുള്ളത് കൊണ്ട് തന്നെ പഠിക്കുന്ന സന്ദർഭങ്ങളിൽ എപ്പോഴും ഇംഗ്ലീഷ് ടേംസുകൾ നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കാൻ വേണ്ടി നോക്കണം. കാരണം ചോദ്യം ഇംഗ്ലീഷിലാണ് വരിക. ഹിന്ദി വായിച്ചിട്ട് ക്വസ്റ്റ്യൻ വായിച്ച് ആൻസർ എഴുതാനുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്ക് ആർക്കും വേണ്ട. കാരണം നമുക്ക് ഇംഗ്ലീഷ് നമുക്ക് ഓക്കെയാണ്. ഹിന്ദിയെക്കാളും കുറച്ചുകൂടെ ഓക്കെ ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്താൽ മതി. ബട്ട് ക്വസ്റ്റ്യൻ പേപ്പർ അത് നമുക്ക് ഇംഗ്ലീഷിലും ഹിന്ദിയിലും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് റീജിയണൽ ലാംഗ്വേജിൽ ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് പരീക്ഷ എങ്ങനെ എഴുതാം? മലയാളത്തിൽ എഴുതാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇംഗ്ലീഷിൽ കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി വായിച്ച് അതിൻ്റെ ഉത്തരങ്ങൾ എഴുതാൻ ഡിഫിക്കൽട്ടീസ് നേരിടുന്ന കുട്ടികളാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ഉണ്ട്. എങ്ങനെയാണെന്നല്ലേ? ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ഒരുക്കുന്ന ക്രാഷ് കോഴ്സും അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ലൈവ് സെഷനുകളും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസും എല്ലാം നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് ഇംഗ്ലീഷിലും മലയാളത്തിലുമാണ്. അതായത് ഇംഗ്ലീഷിലെ ചോദ്യങ്ങൾ മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തന്ന് അതിനെങ്ങനെ ഉത്തരം എഴുതണം എന്നാണ് ഞങ്ങൾ ഈ ലൈവ് സെഷൻസിലൂടെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് മലയാളത്തിൽ എഴുതുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ട് മാറ്റാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഫ്യൂച്ചർ പ്ലസ് അക്കാദമി പ്രൊവൈഡ് ചെയ്യുന്ന ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യണം. അധികം സമയമില്ല, ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ നമുക്കുള്ളൂ. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. അതിനോടൊപ്പം തന്നെ പരീക്ഷ വളരെ മികച്ച രീതിയിൽ എഴുതാനുള്ള എല്ലാ ട്രെയിനിങ്ങും ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നതാണ്. സോ ഡു ഇറ്റ് ഫാസ്റ്റ്ലി. എത്രയും പെട്ടെന്ന് എല്ലാവരും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ. ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. ഒപ്പം പരീക്ഷ കഴിഞ്ഞ് അത് സക്സസ്ഫുൾ ആവുന്നത് വരെ നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ടായിരിക്കും. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്.